വെൽക്കം ടു PSC ഡ്രീമേഴ്സ്. എല്ലാവർക്കും PSC ഡ്രീമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു പ്രൊവിഷണൽ ആൻസർ കീയാണ് നോക്കുന്നത്. 28/12/2024 നടന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. 185/24 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഇതിൽ നമ്മൾ എ കോഡിൻ്റെ ആൻസറാണ് നോക്കുന്നത്. ഇത് PSCയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ആൻസർ കീയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ: വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ: വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ: 2024 സാഹിത്യ നോബലിനുള്ള സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 4 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 4 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3, 4 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമര കാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3 മാത്രം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4 മാത്രം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്തത്, കൊച്ചി മെട്രോവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, കിബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ മണിപ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ, നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം? ഓപ്ഷൻ എ അഹമ്മദാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലമാണ്? ഓപ്ഷൻ ഡി ഖാരിഫ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, അവശിഷ്ട പർവ്വതങ്ങൾക്ക് അഥവാ റെസിഡ്വൽ പർവ്വതം ഉദാഹരണമാണ്? ഓപ്ഷൻ എ ആരവല്ലി പർവ്വതം. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യനാണ്. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം? ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ് ഓർ റെഡ് സോയിൽ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി മധ്യപ്രദേശ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ്? ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ്. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യനാണ്. മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം മൂലം നിർബന്ധിതമാക്കിയ ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി തമിഴ്നാട്. 19ാമത്തെ ക്വസ്റ്റ്യൻ, മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മിൽപ്പ. 20ാമത്തെ ക്വസ്റ്റ്യൻ, ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ, 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്ന്? 1937. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ഓപ്ഷൻ ബി ഭേദാധികാര നിരൂപണം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം. ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ? ഓപ്ഷൻ സി ഓളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അടുത്ത ക്വസ്റ്റ്യൻ,
താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏത്? ഓപ്ഷൻ എ 1, 3 ശരി. രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. തേഭാഗ കാർഷിക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ബംഗാളിലാണ്. അടുത്തത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര്? ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഓപ്ഷൻ ഡി ട്രാൻഗിബാർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏത്? ഓപ്ഷൻ ഡി കുറിച്യർ കലാപം. 31ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഇതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1, 3. അടുത്തത് 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായവ ഏത്? അതിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, 1, 3 ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ 33ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1, 2, 4. അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ, 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ? ഓപ്ഷൻ സി എസ് സോമനാഥ്, ഭുവനേശ്വരി. അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത്? ഓപ്ഷൻ ഡി. 36ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? ഓപ്ഷൻ എ റഷ്യ. 37ാമത്തെ ക്വസ്റ്റ്യൻ, കുറിച്യർ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി ആണ് 1, 3, 4. 38ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ വനിതാ മാസിക? ഓപ്ഷൻ സി കേരളീയ സുഗുണബോധിനി. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ സി 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതാ? പാലക്കാടും ചേലക്കരയും. ഓപ്ഷൻ ഡി. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം? ഓപ്ഷൻ എ 41. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല? വയനാട്. ഓപ്ഷൻ ഡി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി പള്ളിവാസൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം? ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം? ഓപ്ഷൻ എ പറമ്പിക്കുളം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര? ഓപ്ഷൻ എ 20. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ബി റോഷി അഗസ്റ്റിൻ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ 5. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം 1861. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ ഡി കീഴരിയൂർ ബോംബ് കേസ്. അടുത്തത്, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ഓപ്ഷൻ എ ടി.കെ. മാധവൻ. അടുത്തത്, 1817 ഗൗരി പാർവതി ഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. അടുത്ത ക്വസ്റ്റ്യൻ, യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയതാരോ? ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട്. അടുത്തത്, 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? ഓപ്ഷൻ സി ജനസംഖ്യാനുപാത സംവരണം. അടുത്തത് 58ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഓപ്ഷൻ ബി അർണോസ് പാതിരി. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? വേലുത്തമ്പി ദളവ. ഓപ്ഷൻ സി. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം? ഓപ്ഷൻ എ ആലപ്പുഴ.
അടുത്ത ക്വസ്റ്റ്യൻ, ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഓപ്ഷൻ സി വാൾട്ടർ ജി റോസർ. അടുത്തത്, അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥവിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? ഓപ്ഷൻ എ പ്ലാസൻ്റ. അടുത്തത്, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? ഓപ്ഷൻ ഡി സ്ക്ലീറൻകൈമ. അടുത്തത്, ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം? ഓപ്ഷൻ ബി വില്ലസുകൾ. അടുത്തത്, വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ? ഓപ്ഷൻ സി വൃക്കാധമനി. അടുത്തത് 66ാമത്തെ ക്വസ്റ്റ്യൻ, നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3ഉം 4ഉം ശരി. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം? ഓപ്ഷൻ സി മൊനീറ. അടുത്ത ക്വസ്റ്റ്യൻ, ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപിൻ. അടുത്തത് 69ാമത്തെ ക്വസ്റ്റ്യൻ, കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4 ശരി. അടുത്തത്, വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് കണ്ണ്. അടുത്തത്, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം? ഓപ്ഷൻ എ ആണ് ഉത്തരം. യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. അടുത്തത് 72ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ഓപ്ഷൻ ബി സമ്പുഷ്ട യുറേനിയം. 73ാമത്തെ ക്വസ്റ്റ്യൻ, വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം? ഓപ്ഷൻ ഡി 4 മടങ്ങാകും. കൂട്ടത്തിൽപ്പെടാത്തതേത്? ഓപ്ഷൻ സി വേഗം. 75ാമത്തെ ക്വസ്റ്റ്യൻ, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ബാരോമീറ്റർ. 76ാമത്തെ ക്വസ്റ്റ്യൻ, ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ന്യൂട്രോണിനെ കണ്ടെത്തി. 77ാമത്തെ ക്വസ്റ്റ്യൻ, റബ്ബറിൻ്റെ മോണോമർ? ഓപ്ഷൻ ബി ഐസോപ്രിൻ. 78ാമത്തെ ക്വസ്റ്റ്യൻ, റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്? ഓപ്ഷൻ സി ഹെൻറി ബെക്കറൽ. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ഓപ്ഷൻ ഡി അലുമിനിയം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ്? ഓപ്ഷൻ എ ഐസോബാറുകൾ. അപ്പം 80 ക്വസ്റ്റ്യൻസായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് മാത്സ് ആണ്. മാത്സ് ഞാൻ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പറും അതിൻ്റെ ആൻസറുമാണ് പറയുന്നത്. 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. 82ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. അടുത്തത് 83ാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. എല്ലാവരും മാത്സ് ചെയ്ത് നോക്കുക. മാത്സ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. അടുത്തത് 84ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. അടുത്തത് 85ാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ. 86ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി. 87ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 88ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 89ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി. 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. 94ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 95ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 96ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. 97ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 98ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി. 99ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 100ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി.
ആൻസർ. യെല്ലോ കളർ ഇട്ടിരിക്കുന്നതാണ് എല്ലാത്തിൻ്റെയും ആൻസർ. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഫൈനൽ ആൻസർ കീ PSCയുടെ ഔദ്യോഗിക സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്